വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനിതക രോഗങ്ങളും അതുപോലെ തന്നെ തൊഴിൽ ജന്യ രോഗങ്ങള്. പിന്നെ നമ്മളോട് ചില ടെസ്റ്റുകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് ടൂർണിക്ക ടെസ്റ്റ്, എന്തിനാ ചെയ്യണേ ഡെങ്കിപ്പനിക്ക് വേണ്ടിയാ ചെയ്യണേ. വൈഡൽ ടെസ്റ്റ് എന്തറിയാനാ ചെയ്യണേ, അതായത് ടൈഫോയിഡ് ഉണ്ടോ എന്ന് അറിയാനാ ചെയ്യണേ. അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് കുഷ്ഠരോഗ നിവാരണ ദിനം ജാനുവരി 30. അതുപോലെ തന്നെ എന്താണ് അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. ഇപ്പൊ രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ദിനങ്ങള്, രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകള്, അതുപോലെ തന്നെ ജനിതക രോഗങ്ങളും വൈകല്യങ്ങളും തൊഴിൽ ജന്യ രോഗങ്ങൾ, ഈ 4 ടോപ്പിക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കണേ. പ്ലസ് ഒരു കാര്യം എനിക്ക് പറയാണ്ട്, എന്നിട്ട് ടോപ്പിക്കിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതുവഴി ആ ചാനലിൽ ജോയിൻ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ഓരോ ദിവസവും പഠിക്കേണ്ട വീഡിയോസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ പുതിയ ഓരോ വീഡിയോസിന്റെ കാര്യങ്ങളും എല്ലാം തന്നെ അതിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എങ്ങനെ പഠിക്കണം, ഈ എന്താ പറയുക ലാസ്റ്റ് ഗ്രേഡുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ, അതായത് പുതിയ എക്സാമുകൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ റിവിഷനെ കുറിച്ചുള്ള കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും, പിന്നെ മാത്സ് ഒക്കെ ഇടുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ചെറിയ നോട്ടുകളും ഒക്കെ നമ്മൾക്ക് ഈ ടെലഗ്രാം വഴി നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യാത്തവരെല്ലാവരും ടെലഗ്രാമില് ലിങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോണേ? ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കാൻ പോകുന്നത് തൊഴിൽ ജന്യ രോഗങ്ങളെ കുറിച്ചാണ്. ആദ്യം നമ്മൾ പഠിക്കുന്നു തൊഴിൽ ജന്യ രോഗങ്ങൾ. എന്താണ് തൊഴിൽ ജന്യ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ആ തൊഴിൽ ചെയ്യുന്ന സ്ഥലങ്ങളിലെ എന്താ പറയുന്നത് പ്രശ്നങ്ങൾ മൂലം, അവിടുത്തെ വായു അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മൂലമൊക്കെ നമുക്ക് ചില രോഗങ്ങൾ വരാം. തൊഴിലിടങ്ങളിലെ സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില രോഗങ്ങളൊക്കെ വരാം. അത്തരം രോഗങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തൊഴിൽ ജന്യ രോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഓരോരോ തൊഴിൽ ജന്യ രോഗങ്ങളുടെ പേര് പഠിക്കണം നിങ്ങൾ. ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിലിക്കോസിസ് എന്നതാണ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു രോഗമാവും സിലിക്കോസിസ് എന്ന് പറയുന്നത്. സിലിക്കോസിസ് എന്ന് പറയുന്ന രോഗം എവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവുക? അതായത് ടിന്ന്, അതുപോലെ തന്നെ മൈക്ക, ടിന്ന്, മൈക്ക, സ്വർണം ഖനികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, മൈക്ക, സ്വർണം ഖനികളില് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ക്വാറി, മൺപാത്ര നിർമ്മാണം, ക്വാറി, മൺപാത്രങ്ങള്, സിറാമിക്സ് നിർമ്മാണം, ഇതൊക്കെ നടത്തുന്ന ആൾക്കാർക്ക്, അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന അസുഖത്തെ വിളിക്കുന്ന പേരാണ് സിലിക്കോസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതായത് ടിന്ന്, മൈക്ക, സ്വർണം ഖനികളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കും, ക്വാറിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നവർക്ക്, മൺപാത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലി ചെയ്യുന്നവർക്ക്, സിറാമിക്സ് ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലി ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗത്തിനെ വിളിക്കുന്ന പേരാണ് സിലിക്കോസിസ്. എന്താണ് രോഗത്തിന്റെ പേര്? സിലിക്കോസിസ് എന്നാണ്. ക്ലിയർ ആയോ മക്കളെ? സിലിക്കോസിസ് എന്ന് പറയുന്നത്. അപ്പൊ സിലിക്കോസിസ് എന്ന് പറയുന്ന രോഗം ടിന്ന്, മൈക്ക, സ്വർണം ഖനികളിൽ ജോലി ചെയ്യുന്നവർക്കും, ക്വാറി, മൺപാത്ര, സിറാമിക്സ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ഉണ്ടാകാൻ സാധിക്കുന്ന അസുഖമാണ്. ഇനി അടുത്തത് ആസ്പെറ്റോസിസ്. ഇത് നമുക്ക് ആ ഓപ്ഷൻ എന്താ പറയാ ഈ രോഗത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുണ്ടാവും. ആസ്ബറ്റോസിസ് എന്ന് പറയുന്നത് ആസ്ബറ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗമാണ്. ഏത് ഫാക്ടറികളിലാണ്? ആസ്ബറ്റോസ് ഫാക്ടറികൾ. അത് എഴുതേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ ഇവിടെ എഴുതാണ്. ആസ്ബറ്റോസ് ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗത്തെ വിളിക്കുന്ന പേരാണ് ആസ്ബറ്റോസിസ്. ആസ്ബറ്റോസിന് വേറെ ഒരു പേരും കൂടി ഉണ്ട്. എന്താണ്? വൈറ്റ് ലങ് സിൻഡ്രോം. ഇങ്ങനെ പറഞ്ഞാലും ഇത് ആസ്ബറ്റോസിസ് തന്നെയാണ്. വൈറ്റ് ലങ് സിൻഡ്രോം അപ്പൊ വൈറ്റ് ലങ് സിൻഡ്രോം എന്നറിയപ്പെടുന്നതും ആസ്ബറ്റോസിസ് തന്നെയാണ്. ക്ലിയർ ആയോ? വൈറ്റ് ലങ് സിൻഡ്രോം ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ന്യൂമോകോണിയാസിസ്. എന്താണ് അടുത്ത അസുഖത്തിന്റെ പേര്? ന്യൂമോകോണിയാസിസ് എന്നാണ് അടുത്ത അസുഖത്തിന്റെ പേര്. ന്യൂമോകോണിയാസിസ്. ഈ ന്യൂമോകോണിയാസിസ് എന്ന് പറയുന്ന അസുഖത്തെ നമ്മൾ ബ്ലാക്ക് ലങ് സിൻഡ്രോം എന്ന് വിളിക്കുന്നു. നേരത്തെ പറഞ്ഞത് തന്നെ ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ലങ് സിൻഡ്രോം ആണ് ന്യൂമോകോണിയാസിസ്. ന്യൂമോകോണിയാസിസ് അസുഖം വരുന്നത്
കൽക്കരി ഖനികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണ്. കൽക്കരി ഖനികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്ന അസുഖമാണ് ന്യൂമോകോണിയാസിസ് അല്ലെങ്കിൽ ബ്ലാക്ക് ലങ് ഡിസീസ്. ബ്ലാക്ക് ലങ് ഡിസീസ് അഥവാ ന്യൂമോകോണിയാസിസ്. അടുത്തത് ബൈസിനോസിസ്. അടുത്ത അസുഖത്തിന്റെ പേര് ബൈസിനോസിസ് എന്നാണ്. ബൈസിനോസിസ്. ബൈസിനോസിസിനെ നമുക്ക് ബ്രൗൺ ലങ് സിൻഡ്രോം എന്ന് വിളിക്കാം. എന്താണ് ബ്രൗൺ ലങ് സിൻഡ്രോം അഥവാ ബൈസിനോസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നത് പരുത്തി മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണ്. അപ്പൊ പരുത്തി ഫാക്ടറികള്, പരുത്തി മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് ബ്രൗൺ ലങ് സിൻഡ്രോം അഥവാ ബൈസിനോസിസ് എന്ന അസുഖവും, കൽക്കരി ഖനികളിൽ ജോലി ചെയ്യുന്നവർക്ക് ന്യൂമോകോണിയാസിസ് അഥവാ ബ്ലാക്ക് ലങ് ഡിസീസസും, ആസ്ബറ്റോസ് ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവർക്ക് വൈറ്റ് ലങ് സിൻഡ്രോം അഥവാ ആസ്ബറ്റോസിസും, ടിൻ, മൈക്ക, സ്വർണം ഖനികളിലും ക്വാറി, മൺപാത്ര, സിറാമിക്സ് മേഖലകളിലും ജോലി ചെയ്യുന്നവർക്ക് സിലിക്കോസിസ് എന്ന് പറയുന്ന അസുഖവും ഉണ്ടാകുന്നു. ക്ലിയർ ആയോ? ഇനി ഇതുപോലെ തന്നെ നമ്മളോട് ചോദിക്കാറുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഇത് എന്താ പറയുന്ന തൊഴിൽജന്യ രോഗം തന്നെയാണ്. തൊഴിൽജന്യ രോഗം അതുപോലെ തന്നെ ചില മേഖലകളിൽ നമുക്ക് ജോലി ചെയ്യുമ്പോൾ ചില വിഷങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു രോഗത്തിന്റെ പേരാണ് ഇത്തായ് എന്ന് പറയുന്ന രോഗം. PSCക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് ഇത്തായ് രോഗം. ഇത്തായ് എന്ന് പറയുന്നത് ഒരു ജപ്പാനീസ് വേർഡ് ആണ്. ഇതിന്റെ മീനിങ് എന്താ അറിയോ നിങ്ങൾക്ക്? വേദനിക്കുന്നു എന്നതാണ്. ഇത് എന്തിന്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗമാണ്? കാഡ്മിയം. അപ്പൊ കാഡ്മിയം നമ്മുടെ ശരീരത്തിൽ കൂടുതൽ വരുമ്പോൾ, നമ്മൾ ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കാഡ്മിയം നമ്മുടെ ശരീരത്തിൽ കൂടുതൽ വരുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ്, അല്ലെങ്കിൽ കാഡ്മിയത്തിന്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന വിഷബാധയ്ക്ക് വിളിക്കുന്ന പേരാണ് ഇത്തായ് രോഗം. അതുപോലെ തന്നെ PSC ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ള വേറെ ഒരു ചോദ്യമാണ് മീനമാതാ രോഗം. മീനമാതാ രോഗം ഇത് ഏത് വിഷബാധയാണ്? മെർക്കുറി വിഷബാധയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗമാണ് മീനമാതാ രോഗം. മെർക്കുറി വിഷബാധയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗമാണ് മീനമാതാ രോഗം. അടുത്ത രോഗത്തിന്റെ പേരാണ് പ്ലബിസം. എന്താണ് പ്ലബിസം? ഇത് എന്ത് മേഖലയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗമാണ്? ലെഡ് വിഷബാധ മൂലമുണ്ടാകുന്ന രോഗമാണ് പ്ലബിസം. ഇനി അതുപോലെ തന്നെ അടുത്തൊരു രോഗമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. എന്താണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നാണ് അതിന്റെ പേര്. ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖം നമ്മൾ കോഴി വളർത്തുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? വലിയ കോഴി ഫാമൊക്കെ, അവിടെ ജോലി, അതായത് ഇതിന്റെ അർത്ഥം കോഴി വളർത്തുന്ന ഫാക്ടറിയില് അല്ലെങ്കിൽ ഫാക്ടറിയില്ല മീൻസ് ഫാമില് ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇത് ഉണ്ടാവുന്നല്ല, ആ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് കണ്ടുവരുന്നതാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ തൊഴിൽജന്യ രോഗങ്ങൾ. നമുക്ക് 8 എണ്ണം പഠിക്കാനുള്ളത്. 8 തൊഴിൽജന്യ രോഗങ്ങൾ ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? അതായത് പരുത്തി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ബ്രൗൺ ലങ് സിൻഡ്രോം അഥവാ ബൈസിനോസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നു. ബ്രൗൺ ലങ് സിൻഡ്രോം അഥവാ ബൈസിനോസിസ് എന്ന് പറയുന്ന അസുഖം. കൽക്കരി ഖനികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ബ്ലാക്ക് ലങ് സിൻഡ്രോം അഥവാ ന്യൂമോകോണിയാസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നു. ആസ്ബറ്റോസ് ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വൈറ്റ് ലങ് സിൻഡ്രോം അഥവാ ആസ്ബറ്റോസിസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നു. ടിൻ, മൈക്ക, സ്വർണം ഖനികളിൽ ജോലി ചെയ്യുന്നവർക്കും ക്വാറി, മൺപാത്ര, സിറാമിക്സ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം സിലിക്കോസിസ് ആണ്. ഇനി അടുത്തത് കാഡ്മിയത്തിന്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. കാഡ്മിയം വിഷബാധ മൂലം ഇത്തായ് രോഗം. മെർക്കുറി വിഷബാധ മൂലം മീനമാതാ രോഗം. ലെഡ് വിഷബാധ മൂലം പ്ലംബിസം. കോഴി വളർത്തൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് കാർപ്പൽ ടണൽ സിൻഡ്രോം. അപ്പൊ കോഴി വളർത്തൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കാർപ്പൽ ടണൽ സിൻഡ്രോം. പരുത്തി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള അസുഖം ബൈസിനോസിസ് അഥവാ ബ്രൗൺ ലങ് സിൻഡ്രോം. കൽക്കരി ഖനികളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള അസുഖം ന്യൂമോകോണിയാസിസ് അഥവാ ബ്ലാക്ക് ലങ് സിൻഡ്രോം. ആസ്ബറ്റോസ് ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള അസുഖം വൈറ്റ് ലങ് സിൻഡ്രോം അഥവാ ആസ്ബറ്റോസിസ്. ക്വാറി, മൺപാത്ര, സിറാമിക്സ് മേഖലകളിലും ടിൻ, മൈക്ക, സ്വർണം ഖനികളിലും ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗം സിലിക്കോസിസ്. ഇത്തായ് രോഗം എങ്ങനെയാ ഉണ്ടാവണേ? കാഡ്മിയത്തിന്റെ
കാഡ്മിയം വിഷബാധ മൂലം. മെർക്കുറി വിഷബാധ മൂലം ഏത് രോഗം? മീനമാത രോഗം. ലെഡ് വിഷബാധ മൂലം ഏത് രോഗം? പ്ലംബിസം എന്ന് പറയുന്ന രോഗം. കോഴി വളർത്തൽ മേഖലകളിൽ എന്താണ്? കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്ന രോഗം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഓരോരുത്തർക്കും കാഡ്മിയത്തിന്റെ വിഷബാധ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടണം. കാഡ്മിയം വിഷബാധ ഇതായി, മെർക്കുറി വിഷബാധ മീനമാത അല്ലെ, അതുപോലെ ലെഡ് വിഷബാധ പ്ലംബിസം അല്ലെ. ഇനി അടുത്തത് കോഴി വളർത്തൽ മേഖല കാർപ്പൽ ടണൽ സിൻഡ്രോം, പരുത്തി മേഖല ബൈസിനോസിസ് അഥവാ ബ്രൗൺ ലങ് സിൻഡ്രോം, കൽക്കരിഗനി ന്യൂമോകോണിയാസിസ് അഥവാ ബ്ലാക്ക് ലങ് സിൻഡ്രോം, ആസ്ബറ്റോസ് ഫാക്ടറി ആസ്ബറ്റോസിസ് അഥവാ വൈറ്റ് ലങ് സിൻഡ്രോം. ഇനി അടുത്ത ടിൻമൈക്ക സ്വർണം ഖനി അല്ലെങ്കിൽ ക്വാറി മൺപാത്ര സിറാമിക് സിലിക്കോ സിസ് അസുഖം. ഇത്രയാണ് തൊഴിൽ ജന്യ രോഗങ്ങൾ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനിതക രോഗങ്ങളെ കുറിച്ചാണ്. ജനിതക രോഗങ്ങൾ, അടുത്തത് ജനിതക രോഗങ്ങളാണ്. ജനിതക രോഗങ്ങളും പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. എടുത്ത് നിങ്ങളുടെ എന്തിൽ പറഞ്ഞിട്ടുണ്ട്? സിലബസിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജനിതക രോഗമാണ് ഹീമോഫീലിയ. എന്താണ് ഹീമോഫീലിയ? ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ എന്താ ജനിതക രോഗം എന്നുള്ളത്? ജനിതക രോഗം എന്ന് പറയുമ്പോൾ മനുഷ്യ ജീനോമിന്റെ ഒന്നോ അതിൽ അധികമോ അസാധാരണത്വങ്ങൾ മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നത്തെയാണ് നമ്മൾ ജനിതക വൈകല്യങ്ങൾ എന്ന് വിളിക്കുന്നത്. കുട്ടികളുടെ പുസ്തകങ്ങളിലുള്ള ഒരു ഡെഫിനിഷൻ ആണ് ഞാൻ പറയുന്നത്. മനുഷ്യ ജീനോമിന്റെ ഒന്നോ അതിൽ അധികമോ അസാധാരണത്വങ്ങൾ മൂലം, മനുഷ്യ ജീനോമിന്റെ ഒന്നോ അതിലധികമോ അസാധാരണത്വങ്ങൾ മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെയാണ് നമ്മൾ ജനിതക രോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ജനിതക രോഗത്തിന് ഉദാഹരണമാണ് ഹീമോഫീലിയ. എന്താണ് ഹീമോഫീലിയ? ഒരു ജനിതക രോഗമാണ്. എന്താന്ന് പറഞ്ഞ ഹീമോഫീലിയ. ഈ ഹീമോഫീലിയയുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കാറുള്ള ചോദ്യമാണ്, ഹീമോഫീലിയയെ നമ്മൾ രാജകീയ രോഗം എന്ന് വിളിക്കുന്നു. അപ്പൊ രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയയാണ്. ക്രിസ്മസ് രോഗം എന്ന് വിളിക്കുന്നു ഹീമോഫീലിയയെ. അതുപോലെ തന്നെ ബ്ലീഡേഴ്സ് ഡിസീസ് എന്ന് വിളിക്കുന്നു. ബ്ലീഡേഴ്സ്, ഇതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പൊ രാജകീയ രോഗം, ക്രിസ്മസ് രോഗം, ബ്ലീഡേഴ്സ് ഡിസീസ് എന്നൊക്കെ വിളിക്കുന്നത് ഹീമോഫീലിയയാണ്. രാജകീയ രോഗം, ക്രിസ്മസ് രോഗം, ബ്ലീഡേഴ്സ് ഡിസീസ് എന്നൊക്കെ വിളിക്കുന്നത് ഹീമോഫീലിയയാണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ ജനിതക രോഗത്തിന് ഒരു ഉദാഹരണമാണ് ഹീമോഫീലിയ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത രോഗത്തിന്റെ പേര് സിക്കിൾ സെൽ അനീമിയ എന്നതാണ്. അടുത്ത രോഗത്തിന്റെ പേര് സിക്കിൾ സെൽ അനീമിയ. അപ്പൊ ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ തുടങ്ങിയവ ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. നമ്മുടെ മനുഷ്യ ജീനോമിന്റെ ഒന്നോ അതിലധികമോ അസാധാരണത്വങ്ങൾ മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെയാണ് ഞങ്ങൾ ജനിതക വൈകല്യം എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു ജനിതക വൈകല്യ രോഗമാണ് ഹീമോഫീലിയ. അതിനെ രാജകീയ രോഗമെന്നും ക്രിസ്മസ് രോഗമെന്നും ബ്ലീഡേഴ്സ് ഡിസീസ് എന്നും വിളിക്കുന്നു. അടുത്തത് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ അതായത് നമ്മുടെ എന്താണ് RBC, റെഡ് ബ്ലഡ് സെല്ല് അറിയാം. അത് അരിവാൾ പോലെയാകുന്ന രോഗത്തെ, അരിവാൾ പോലെ ചുരുങ്ങുന്ന രോഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിക്കിൾ സെൽ അനീമിയ. ഓക്സിജന്റെ കുറവ് മൂലമാണ് ഇത് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. ബ്ലഡില് ഓക്സിജന്റെ കുറവ് വരുമ്പോ, ബ്ലഡിൽ ഓക്സിജന്റെ കുറവ് വരുമ്പോ ചുവന്ന രക്താണുക്കൾ, റെഡ് ബ്ലഡ് സെല്ല് അരിവാൾ പോലെയാകുന്ന അസുഖത്തെയാണ് എന്ത് പറയുന്നത്? സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് വയനാട് മേഖലയിലാണ്. ഈ രോഗം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് മേഖലയിലാണ്? വയനാട് മേഖലയിലാണ് എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്ത ഒരു രോഗത്തിന്റെ പേരാണ് ആൽബിനിസം. എന്താണ് രോഗം? ആൽബിനിസം എന്നാണ് രോഗത്തിന്റെ പേര്. ആൽബിനിസം അതായത് നമ്മുടെ ത്വക്ക്, അതുപോലെ തന്നെ നമ്മുടെ മുടി, നമ്മുടെ കണ്ണ്, അതിനൊക്കെ ഓരോരോ പ്രത്യേക നിറങ്ങളുണ്ട് അല്ലേ? ചിലവരുടെ കണ്ണ് നല്ല എന്താ പറയാ കറുത്ത കളറിലിരിക്കും, ചിലരുടെ ഒരു പൂച്ചക്കണ്ണ് പോലെയുള്ള, നമ്മൾ പറയും അങ്ങനെ പൂച്ചക്കണ്ണാന്നൊക്കെ പറയും ചിലവരെ അല്ലെ. നല്ല ഭംഗിയുള്ള അല്ലെ, നല്ല തിളങ്ങുന്ന രീതിയിലുള്ള കണ്ണ് വരും. ചിലവരുടെ ചർമ്മം ഭയങ്കര വൈറ്റ് കളർ ആയിരിക്കും, ചിലവരുടെ ബ്രൗൺ ആയിരിക്കും, ചിലവരുടെ ബ്ലാക്ക് ആയിരിക്കും. അങ്ങനെ പല രീതിയിൽ. അതുപോലെ മുടി, ചിലരുടെ നല്ല ബ്ലാക്ക് ഉണ്ടാവും, ചിലർക്ക് എത്രയാണെങ്കിലും ഒരു ചുമന്ന കളറായിരിക്കും മുടിക്ക്. അപ്പൊ അങ്ങനെ ഇതൊക്കെ എന്താണ്? ഈ ചർമ്മം, മുടി, കണ്ണ് എന്നിവയുടെ നിറത്തിന് കാരണമായിട്ടുള്ള വസ്തു ഏതാണ്? മെലാനിൻ ആണ്. എന്താണ്? മെലാനിൻ
മെലാനിൻ ആണ്. അപ്പൊ മെലാനിൻ എന്ന വർണ്ണവസ്തുവിന്റെ അളവ് എന്താണ്? കുറയുകയാണ്. കുറയുന്നത് മൂലമുണ്ടാകുന്ന ജനിതക അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണ് ആൽബിനിസം. അപ്പൊ മെലാനിൻ എന്ന വർണ്ണവസ്തുവിന്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന ജനിതക അവസ്ഥയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ആൽബിനിസം എന്ന് വിളിക്കുന്നു. ആ അസുഖത്തിന്റെ പേരാണ് ആൽബിനിസം. ക്ലിയർ ആയോ നിങ്ങൾക്ക് ആൽബിനിസം? ഇനി അടുത്ത രോഗത്തിന്റെ പേരാണ് വർണ്ണാന്തത. എന്താണ്? വർണ്ണാന്തത എന്നാണ് അടുത്ത അസുഖത്തിന്റെ പേര്. വർണ്ണാന്തത എന്നാണ്. ഈ നമ്മുടെ ശരീരത്തില് അയോഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ, അയോഡോപ്സിന് അതുപോലെ തന്നെ ഫോട്ടോപ്സിൻ പഠിക്കണം. നമ്മുടെ ശരീരത്തിൽ അയോഡോപ്സിൻ അല്ലെങ്കിൽ അയോഡോപ്സിൻ കൂടാതെ ഫോട്ടോപ്സിൻ എന്ന വർണ്ണവസ്തു ഒക്കെ വർണ്ണവസ്തുക്കൾ തന്നെയാണ്. ഈ വർണ്ണവസ്തു കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗത്തെ വിളിക്കുന്ന പേരാണ് വർണ്ണാന്തത. ഈ വർണ്ണാന്തത കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഇഷിഹാര ടെസ്റ്റ്. എന്ത് ടെസ്റ്റ് ആണ്? ഇഷിഹാര. അതൊക്കെ കണ്ണിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ ജനിതക രോഗങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കി വെക്കുക. ഓരോന്നും നമ്മൾ ആ മേഖല പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് പഠിക്കും. അതുകൊണ്ട് കൂടുതൽ പറയാത്ത. അപ്പൊ വർണ്ണാന്തത എന്ന് പറഞ്ഞാൽ അയോഡോപ്സിൻ, ഫോട്ടോപ്സിൻ എന്നീ വർണ്ണവസ്തുക്കളുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗത്തെ വിളിക്കുന്ന പേരാണ് വർണ്ണാന്തത. ഇതിന് എന്താ പറയാ, ഈ വർണ്ണാന്തത ഉണ്ടോന്നറിയാൻ നമ്മൾ കണ്ടെത്തുന്ന ടെസ്റ്റിന് വിളിക്കുന്ന പേരാണ് ഇഷിഹാര ടെസ്റ്റ്. എന്താണ് ടെസ്റ്റിന്റെ പേര്? ഇഷിഹാര ടെസ്റ്റ്. ഇനി അടുത്തതാണ് മംഗോളിസം. അടുത്ത ഒരു ജനിതക രോഗത്തിന്റെ പേരാണ് എന്താണ്? മംഗോളിസം. എന്താണ് രോഗത്തിന്റെ പേര്? മംഗോളിസം അഥവാ ഡൗൺ സിൻഡ്രോം എന്ന് പറയും. മംഗോളിസം അഥവാ ഡൗൺ സിൻഡ്രോം. എന്താണ് മംഗോളിസം അഥവാ ഡൗൺ സിൻഡ്രോം എന്ന് ഓർത്തു വെക്കാം. മംഗോളിസം അഥവാ ഡൗൺ സിൻഡ്രോം 21ാമത്തെ സ്വരൂപ ക്രോമസോമിൽ ഒന്ന് കൂടുന്ന അവസ്ഥ. 21ാമത്തെ സ്വരൂപ ക്രോമസോം നമ്മുടെ ക്രോമസോം നമ്മൾ പഠിക്കും ക്രോമസോമുകളെ കുറിച്ചൊക്കെ. ആ ക്രോമസോമില് ഒന്ന് കൂടുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ മംഗോളിസം അഥവാ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. 21ാമത്തെ സ്വരൂപ ക്രോമസോമിൽ ഒന്ന് കൂടുന്ന അവസ്ഥയെയാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇനി അടുത്തതാണ് ടർണർ സിൻഡ്രം. എന്താണ്? ടർണർ സിൻഡ്രം. എന്താണ് ടർണർ സിൻഡ്രം എന്ന് പറയുന്നത്? ടർണർ സിൻഡ്രോം എന്ന് പറയുന്നത് സ്ത്രീലിംഗ ക്രോമസോമിൽ ഒന്ന് കുറയുന്നു. സ്ത്രീലിംഗ ക്രോമസോമിൽ നേരത്തെ ഒന്ന് കൂടാന്നാ പറഞ്ഞേ. ഇവിടെ സ്ത്രീലിംഗ ക്രോമസോമിൽ ഒന്ന് കുറയുന്നു. കുറയുന്ന അവസ്ഥയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ടർണർ സിൻഡ്രോം അല്ലെങ്കിൽ ടർണർ സിൻഡ്രം എന്ന് വിളിക്കുന്നു. ഇനി അടുത്ത ക്ലീൻ ഫിൽറ്റർ സിൻഡ്രം. ഒരെണ്ണം കൂടി ഉണ്ട്, ക്ലീൻ. ഇതും കൂടി ഉണ്ട്, ക്ലീൻ ഫിൽറ്റർ സിൻഡ്രം. എന്താണ് ക്ലീൻ ഫിൽറ്റർ സിൻഡ്രം എന്ന് പറഞ്ഞ? പുരുഷന്മാരിലെ ലിംഗ ക്രോമസോമിൽ എന്ത്? പുരുഷന്മാരിലെ ലിംഗ ക്രോമസോമിൽ ഒന്നാണ് എക്സ് എന്ന് പറയുന്നത്. ഇത് ഒരെണ്ണം കൂടുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലീൻ ഫിൽറ്റർ സിൻഡ്രം എന്ന് പറയുന്നത്. എന്താണ് ക്ലീൻ ഫിൽറ്റർ സിൻഡ്രം? ഇത്രയുമാണ് നമ്മുടെ ജനിതക രോഗങ്ങൾ. അപ്പൊ 7 ജനിതക രോഗങ്ങൾ നമുക്ക് പഠിക്കാണ്ട്. ഞാൻ 2-3 പ്രാവശ്യം വീണ്ടും പറയാം, അത്ര എളുപ്പമല്ല എന്ന് എനിക്കറിയാം. പുരുഷന്മാരിലെ ലിംഗ ക്രോമസോമായ എക്സ്, പുരുഷന്മാരിലെ ലിംഗ ക്രോമസോമിൽ ഒന്നായ എക്സ് ഒരെണ്ണം കൂടുന്ന അവസ്ഥയ്ക്ക് ക്ലീൻ ഫിൽറ്റർ സിൻഡ്രോം എന്ന് വിളിക്കുന്നു. പുരുഷന്മാരിലെ ലിംഗ ക്രോമസോമിൽ ഒന്നായ എക്സ് ഒരെണ്ണം കൂടുന്ന അവസ്ഥയ്ക്ക് ക്ലീൻ ഫിൽറ്റർ സിൻഡ്രോം എന്ന് വിളിക്കുന്നു. സ്ത്രീ ലിംഗ ക്രോമസോമില് ഒന്ന് കുറയുന്ന അവസ്ഥയെ ടർണർ സിൻഡ്രോം എന്ന് വിളിക്കുന്നു. സ്ത്രീ ലിംഗ ക്രോമസോമിൽ ഒന്ന് കുറയുന്നതിനെ ടർണർ സിൻഡ്രോം എന്ന് വിളിക്കുന്നു. 21ാമത്തെ ക്രോമസോമില് ഒന്ന് കൂടുന്നതിനെ മംഗോളിസം അഥവാ ഡൗൺ സിൻഡ്രോം എന്ന് വിളിക്കുന്നു. 21ാമത്തെ
എന്താണ് ക്രോമസോം, സ്വരൂപ ക്രോമസോം 21ാമത്തെ ക്രോമസോമിൽ ഒന്ന് കൂടുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? മംഗോളിസം അഥവാ ഡൗൺ സിൻഡ്രോം എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ സിൻഡ്രോം ഒന്നും കൂടെ പറഞ്ഞേ. അതായത് പുരുഷന്മാരിലെ ലിംഗ ഹോർമോൺ അല്ലെ, ലിംഗ ക്രോമസോം, പുരുഷന്മാരിലെ ലിംഗ ക്രോമസോമിൽ ഒന്നായ എക്സ് ഒന്ന് കൂടുന്നു. പുരുഷന്മാരിലെ ലിംഗ ക്രോമസോമിൽ ഒന്നായ എക്സ് ഒന്ന് കൂടുന്ന അവസ്ഥയെ ക്ലീൻ ഫിൽറ്റർ സിൻഡ്രോം എന്നും, സ്ത്രീലിംഗ ക്രോമസോമിൽ ഒന്ന് കുറയുന്നതിനെ ടർണർ സിൻഡ്രോം എന്നും, 21ാമത്തെ സ്വരൂപ ക്രോമസോമില് ഒന്ന് 21ാമത്തെ സ്വരൂപ ക്രോമസോമിൽ ഒന്ന് കൂടുന്ന അവസ്ഥയെ മംഗോളിസം അഥവാ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നു. അടുത്തത് നമ്മുടെ എന്താണ് വർണ്ണാന്തതയെ കുറിച്ചാ പറയണത്. ശരീരത്തിൽ അയഡോപ്സിൻ, ഫോട്ടോപ്സിൻ എന്ന വർണ്ണവസ്തു കുറയുന്നത് മൂലമുണ്ടാകുന്ന ജനിതക രോഗമാണ് എന്ത്? വർണ്ണാന്തത. ഇത് കണ്ടെത്തുന്നതിന് നടത്തുന്ന നമ്മുടെ ടെസ്റ്റ് ആണ് ഈ ശിഖാര അല്ലെ. ഇനി അടുത്തത് ചർമ്മം, മുടി, കണ്ണ് എന്നിവയുടെയൊക്കെ നിറത്തിന് കാരണമായ മെലാനിൻ എന്ന വർണ്ണവസ്തു അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന ജനിതക അവസ്ഥയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ആൽബിനിസം എന്ന് വിളിക്കുന്നു. ഇനി RBC അരിവാള് പോലെയാകുന്നു. എന്തുകൊണ്ട്? ഓക്സിജൻ കുറയുന്നത് കൊണ്ട്. ആ അസുഖത്തെ സിക്കിൾ സെൽ അനീമിയ എന്ന് വിളിക്കുന്നു. കൂടുതൽ എവിടെ കാണപ്പെടുന്നു? വയനാട് കാണപ്പെടുന്നു. അടുത്തത് ഹീമോഫീലിയ, രാജകീയ രോഗം, ക്രിസ്മസ് രോഗം, ബ്ലീഡേഴ്സ് ഡിസീസ് എന്നീ പേരുകളിലൊക്കെ നമ്മൾ എന്തിനെ അറിയപ്പെടുന്നു? ഹീമോഫീലിയയെ അറിയപ്പെടുന്നു. അപ്പൊ ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ആൽബിനിസം, വർണ്ണാന്തത, മംഗോളിസം അഥവാ ഡൗൺ സിൻഡ്രോം, ടർണർ സിൻഡ്രോം, ക്ലീൻ ഫിൽറ്റർ സിൻഡ്രോം തുടങ്ങിയവ ജനിതക രോഗങ്ങളാണ്. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ആൽബിനിസം, വർണ്ണാന്തത, മംഗോളിസം അഥവാ ഡൗൺ സിൻഡ്രോം, ടർണർ സിൻഡ്രോം, ക്ലീൻ ഫിൽറ്റർ സിൻഡ്രോം എന്നിവ എന്താണ്? ജനിതക രോഗമാണ്. പുരുഷന്മാരിലെ ലിംഗ ക്രോമസോമിൽ ഒന്ന് കൂടിയാൽ ക്ലീൻ ഫിൽറ്റർ സിൻഡ്രോം, സ്ത്രീകളിലെ ക്രോമസോമിൽ ഒന്ന് കുറഞ്ഞാൽ ടർണർ സിൻഡ്രോം, 21ാമത്തെ ക്രോമസോം ഒന്ന് കൂടിയാൽ മംഗോളിസം അഥവാ ഡൗൺ സിൻഡ്രോം, വർണ്ണാന്തത, അയഡോപ്സിൻ, ഫോട്ടോപ്സിൻ തുടങ്ങിയ വർണ്ണവസ്തുക്കൾ കുറഞ്ഞാൽ അല്ലെ. മെലാനിൻ എന്താണ്? ആൽബിനിസം എന്താണ്? മെലാനിൻ എന്ന വർണ്ണവസ്തുവിന്റെ അളവ് കുറഞ്ഞാൽ. ഇനി സിക്കിൾ സെൽ അനീമിയ എന്താണ്? ഓക്സിജൻ കുറവ് മൂലം RBC അരിവാൾ പോലെയാകുന്നു. രാജകീയ രോഗം, ക്രിസ്മസ് രോഗം, ബ്ലീഡേഴ്സ് ഡിസീസ് എന്നറിയപ്പെടുന്നു. ഏതാണ്? ഹീമോഫീലിയ. ഇത്തരം കാര്യം ക്ലിയർ ആയോ മക്കളെ? ഇപ്പൊ നമ്മൾ ഒരു കാര്യം പറഞ്ഞു ഇവിടെ, അതായത് വർണ്ണാന്തത എന്ന് പറയുന്ന അസുഖം നമുക്കുണ്ടോ എന്ന് സംശയം തോന്നിയാൽ അത് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിന്റെ പേരാണ് ഈ ശിഖാര ടെസ്റ്റ്. അത്തരം കുറച്ച് ടെസ്റ്റുകളാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഏതാണ്? ടെസ്റ്റുകൾ കേട്ടോ. ഇനി അടുത്തത് നമ്മൾ നോക്കൂ. വർണ്ണാന്തത പറഞ്ഞപ്പോ അതുപോലെ തന്നെ നമുക്ക് എന്താണ്? കണ്ണിന്റെ അടുത്തൊരു രോഗത്തെ കുറിച്ചും കൂടി നമുക്ക് നോക്കാം. നിശാന്തത. എന്താണ്? നിശാന്തത. അപ്പൊ നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്യും? നിശാന്തത ഉണ്ടോ എന്നറിയാൻ റോസ് ബംഗാൾ ടെസ്റ്റ്. ടെസ്റ്റിന്റെ പേര് ഇതാണ്, റോസ് ബംഗാൾ ടെസ്റ്റ്. നിശാന്തതയ്ക്ക് റോസ് ബംഗാൾ ടെസ്റ്റ്. നിശാന്തത ഉണ്ടോ എന്ന് ഉറപ്പാക്കാൻ ചെയ്യുന്ന രോഗമാണ് റോസ് ബംഗാൾ ടെസ്റ്റ്. ഇനി ക്ഷയമുണ്ടോ? ക്ഷയത്തിന് നമ്മൾ നടത്തുന്ന പരിശോധനയെ നമ്മൾ വിളിക്കുന്നു മാൻഡോക്സ് ടെസ്റ്റ്. ക്ഷയത്തിന്റെ പരിശോധനയാണ് മാൻഡോക്സ് ടെസ്റ്റ്. എന്താണ്? മാൻഡോക്സ്. ക്ഷയത്തിന്റെ പരിശോധന മാൻഡോക്സ് ടെസ്റ്റ് ആണ്. ഇനി അടുത്തത് സിഫിലസ്. സിഫിലസ് അറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റിന്റെ പേരാണ്, പരീക്ഷയ്ക്ക് കൂടുതൽ ചോദിച്ചേക്കുന്നത് ഇങ്ങനെയാണ്, വാസർമൻ ടെസ്റ്റ്. എന്താണ്? വാസർമൻ ടെസ്റ്റ്. ഇത് മാത്രല്ല VDRL ടെസ്റ്റ്. വാസർമൻ ടെസ്റ്റ്, VDRL ടെസ്റ്റ് തുടങ്ങിയവ എന്തിനുള്ളതാണ്? സിഫിലിസിനുള്ളതാണ്. ഇനി അടുത്തത് ടൈഫോയിഡ് നോക്കി വെക്കുക. ടൈഫോയിഡ് PSCക്ക് ഇഷ്ടമുള്ള ചോദ്യമാണ്. ടൈഫോയിഡ് വന്നോ അല്ലെങ്കിൽ ഉണ്ടോ എന്നറിയാൻ നമുക്ക് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് വൈഡൽ ടെസ്റ്റ്. ടൈഫോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് വൈഡൽ ടെസ്റ്റ്. ഇനി അടുത്തതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ക്യാൻസറുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബയോപ്സി ടെസ്റ്റ്. എന്താ ചെയ്യണേ? ക്യാൻസർ ഉണ്ടോ അറിയാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബയോപ്സി ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ കുഷ്ഠമുണ്ടോ എന്നറിയാൻ, കുഷ്ഠരോഗിയാണോ ഒരാള് എന്നറിയാൻ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിനെ ലാപ്രോമെൻ എന്ന് വിളിക്കുന്നു. എന്താണ്? ലാപ്രോമെൻ ടെസ്റ്റ് എന്നും ഒരു ടെസ്റ്റും കൂടി ഉണ്ട്, ഹിസ്റ്റാമിൻ ടെസ്റ്റ്. ലാപ്രോമെൻ ടെസ്റ്റ്, ഹിസ്റ്റാമിൻ ടെസ്റ്റ്. ഇനിയും പഠിക്കാണ്ട് ഇത് പഠിച്ചിട്ട് അടുത്തതിലേക്ക് പോകാം.
വർണ്ണാന്തതയുണ്ടോ എന്നറിയാൻ നമ്മൾ ചെയ്യുന്ന പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ്. വർണ്ണാന്തതയ്ക്ക് ഇഷിഹാര ടെസ്റ്റ്, നിശാന്തതയ്ക്ക് റോസ് ബംഗാൾ ടെസ്റ്റ്, ക്ഷയം അറിയാൻ മാൻഡോക്സ് ടെസ്റ്റ്, സിഫിലിസ് അറിയാൻ വാസർമൻ ടെസ്റ്റും VDRL ടെസ്റ്റും, ടൈഫോയിഡ് അറിയാൻ വൈഡൽ ടെസ്റ്റ്, ക്യാൻസർ അറിയാൻ ബയോപ്സി ടെസ്റ്റ്, കുഷ്ഠം അറിയാൻ ലാപ്രോമൻ ഹിസ്റ്റാമിൻ ടെസ്റ്റുകൾ. ഇപ്പൊ കുഷ്ഠമുണ്ടോ, ഒരു വ്യക്തിക്ക് കുഷ്ഠം എന്ന് പറയുന്ന രോഗമുണ്ടോ എന്നറിയാൻ നമ്മൾ ലാപ്രോമൻ ഹിസ്റ്റാമിൻ ടെസ്റ്റുകൾ ചെയ്യുന്നു. ക്യാൻസർ ഉണ്ടോ എന്നറിയാൻ നമ്മൾ ബയോപ്സി ടെസ്റ്റ് ചെയ്യുന്നു. ടൈഫോയിഡ് ഉണ്ടോ എന്നറിയാൻ വൈഡൽ ടെസ്റ്റ് ചെയ്യുന്നു. സിഫിലിസ് രോഗം ബാധിച്ചിട്ടുണ്ടോ അറിയാൻ വാസർമാൻ VDRL ടെസ്റ്റുകൾ ചെയ്യുന്നു. ക്ഷയമുണ്ടോ എന്നറിയാൻ മാൻഡോക്സ് ടെസ്റ്റ് ചെയ്യുന്നു. നിശാന്തത അറിയാൻ റോസ് ബംഗാൾ ടെസ്റ്റ് ചെയ്യുന്നു. വർണ്ണാന്തതയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇഷിഹാര ടെസ്റ്റ് ആണ്. വർണ്ണാന്തത ഇഷിഹാര ടെസ്റ്റ് ആണ്. ക്ലിയർ ആയോ? ഇനി അടുത്തത്, ഒരാൾക്ക് ഡിഫ്തീരിയ ഉണ്ട്, ഡിഫ്തീരിയ എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടെങ്കിൽ ഡിഫ്തീരിയ ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിന്റെ പേരാണ് ഷിക്ക് ടെസ്റ്റ്. ഡിഫ്തീരിയക്ക് ചെയ്യുന്ന ടെസ്റ്റിന്റെ പേര് ഷിക്ക് ടെസ്റ്റ് എന്നാണ്. ഡിഫ്തീരിയ ഷിക്ക് ടെസ്റ്റ് ആണ്. ഇനി അടുത്തത് ഡെങ്കിപ്പനിയുടെ ടെസ്റ്റ്. അടുത്തത് ഡെങ്കിപ്പനി ഉണ്ടോ, ഡെങ്കു ഉണ്ടോ എന്നറിയാൻ നമ്മൾ ടൂർണിക്കറ്റ് ടെസ്റ്റ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്, പ്രധാനമാണ്. ടൂർണിക്കറ്റ് ടെസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു ഒട്ടുമുക്കാൽ ഭാഗവും ചോദിച്ചിട്ടുള്ള ടെസ്റ്റുകളാണ് ടൂർണിക്കറ്റ് ടെസ്റ്റ്. അപ്പൊ ഡിഫ്തീരിയക്ക് ഷിക്ക് ടെസ്റ്റ്, അതുപോലെ തന്നെ ഡെങ്കിക്ക് ഏതാ ടെസ്റ്റ്? ടൂർണിക്കറ്റ് ടെസ്റ്റ്. ഡെങ്കിക്ക് ടൂർണിക്കറ്റ് ടെസ്റ്റ്. ഇനി അടുത്തത് മഞ്ഞപ്പിത്തത്തിന്, അടുത്തത് മഞ്ഞപ്പിത്തത്തിന്റെ ടെസ്റ്റ് ആണ്. മഞ്ഞപ്പിത്തത്തിന് ഏത് ടെസ്റ്റാണ് നമ്മൾ ചെയ്യണേ? ബിലിറുബിൻ ടെസ്റ്റ്. മഞ്ഞപ്പിത്തം ഉണ്ടോ എന്നറിയാൻ നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്യുന്നു? ബിലിറുബിൻ. എന്ത് ടെസ്റ്റാ ചെയ്യണേ? ബിലിറുബിൻ ടെസ്റ്റ് ചെയ്യുന്നു. മഞ്ഞപ്പിത്തം ഉണ്ടോ അറിയാൻ ബിലിറുബിൻ ടെസ്റ്റ് ചെയ്യുന്നു. ഇനി അടുത്തത് കാഴ്ചശക്തി. നമ്മൾ വർണ്ണാന്തത ഇവിടെ പറഞ്ഞത് കൊണ്ട് അവിടെ തന്നെ എഴുതാം. ഒരാളുടെ കാഴ്ചശക്തിയെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ, കാഴ്ചശക്തി കുറവുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്നെല്ലർ ചാർട്ട്. എന്താണ്? സ്നെല്ലർ ചാർട്ട്. എന്തുപയോഗിക്കുന്നു? സ്നെല്ലർ ചാർട്ട് ഉപയോഗിക്കുന്നു. ഇനി ഇതുപോലെ തന്നെ ഒരു ടെസ്റ്റ് തന്നെയാണ് നമ്മൾ പോളിഗ്രാഫ് ടെസ്റ്റ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പോളിഗ്രാഫ് ടെസ്റ്റ് ചെയ്യാന്ന് കേട്ടിട്ടുണ്ടോ? ഒന്നുകിൽ സിനിമയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും പോളിഗ്രാഫ് ടെസ്റ്റുകൾ ചെയ്യണമെന്ന്. അല്ലെങ്കിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നാർക്കോ അനാലിസിസ്, പോളിഗ്രാഫ് ടെസ്റ്റ്, നാർക്കോ അനാലിസിസ് എന്ന് പറയുന്ന കാര്യങ്ങൾ. എന്താണത്? ഇത് എന്തിനു വേണ്ടിയിട്ടാ ചെയ്യണേ? നാർക്കോ അനാലിസിസും പോളിഗ്രാഫ് ടെസ്റ്റ് ഒക്കെ ഒരാൾ കള്ളം പറഞ്ഞിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ, കള്ളം പറഞ്ഞിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ. ഇതൊന്നും എളുപ്പം ചെയ്യാൻ പറ്റണ അല്ല കേട്ടോ. അതിനൊക്കെ കോടതിയുടെ എന്തൊക്കെ വേണം, കാര്യങ്ങളൊക്കെ കോടതിയിൽ നിന്ന് അതിൻ്റെതായിട്ടുള്ള കുറേയധികം പ്രോസസ് ഒക്കെ ഉണ്ട്. അപ്പൊ കള്ളം പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ പോളിഗ്രാഫ് ടെസ്റ്റ്, നാർക്കോ അനാലിസിസ് കേട്ടോ. അപ്പൊ ഒന്ന് പറഞ്ഞേ, നിങ്ങൾ ഡിഫ്തീരിയ ഉണ്ടോ അറിയാൻ ഷിക്ക് ടെസ്റ്റ് ചെയ്യുന്നു. ഡെങ്കിപ്പനി ഉണ്ടോ അറിയാൻ ടൂർണിക്കറ്റ് ടെസ്റ്റ് ചെയ്യുന്നു. മഞ്ഞപ്പിത്തം ഉണ്ടോ അറിയാൻ ബിലിറുബിൻ ടെസ്റ്റ് ചെയ്യുന്നു. കുഷ്ഠ ഉണ്ടോ എന്നറിയാൻ ലാപ്രോമൈൻ അല്ലെങ്കിൽ ഹിസ്റ്റാമിൻ ടെസ്റ്റുകൾ. ക്യാൻസർ ഉണ്ടോ അറിയാൻ ബയോപ്സി ടെസ്റ്റ്. ടൈഫോയിഡ് ഉണ്ടോ അറിയാൻ വൈഡൽ ടെസ്റ്റ്. സിഫിലിസ് ഉണ്ടോ അറിയാൻ വാസർമൻ VDRL ടെസ്റ്റ്. ക്ഷയം ഉണ്ടോ അറിയാൻ മാൻഡോക്സ് ടെസ്റ്റ്. നിശാന്തതയെ കുറിച്ച് അറിയാൻ റോസ് ബംഗാൾ ടെസ്റ്റ്. വർണ്ണാന്തത അറിയാൻ ഇഷിഹാര ടെസ്റ്റ്. കാഴ്ചശക്തി പരിശോധിക്കാൻ സ്നെല്ലർ ചാർട്ട്. ഡിഫ്തീരിയ ഷിക്ക് ടെസ്റ്റ്, ഡെങ്കു ടൂർണിക്കറ്റ് ടെസ്റ്റ്, മഞ്ഞപ്പിത്തം ബിലിറുബിൻ ടെസ്റ്റ്. ഡിഫ്തീരിയ ഷിക്ക് ടെസ്റ്റ്, ഡെങ്കു ടൂർണിക്കറ്റ് ടെസ്റ്റ്, മഞ്ഞപ്പിത്തം ബിലിറുബിൻ ടെസ്റ്റ്. ഇനി അടുത്തത് കള്ളം പറഞ്ഞുണ്ടോ എന്നറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ഏത്? പോളിഗ്രാഫ് ടെസ്റ്റ്, നാർക്കോ അനാലിസിസ്. പോളിഗ്രാഫ് ടെസ്റ്റ്, നാർക്കോ അനാലിസിസ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ മക്കളെ? ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങളും കൂടെ പഠിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അതിലെ ആദ്യത്തെ ദിനം ആണ് എന്താണ്? ഡോക്ടേഴ്സ് ഡേ. ആദ്യം നമ്മൾ പഠിക്കുന്നു ഡോക്ടേഴ്സ് ഡേ. അസുഖമല്ലേ, രോഗങ്ങളെ കുറിച്ചല്ലേ, അതുപോലെ തന്നെ ബയോളജി അല്ലേ. അപ്പൊ ഡോക്ടേഴ്സ് വേണ്ടേ? ഡോക്ടേഴ്സ് ദിനം ജൂലൈ 1. ഡോക്ടേഴ്സ് ദിനം ജൂലൈ 1. ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സിന്റെ കൂടെ ആര് വേണം? നേഴ്സസ് വേണ്ടേ? അപ്പൊ നേഴ്സസ് ദിനം, നേഴ്സസ് ഡേ, നേഴ്സസ് ഡേ മെയ് 12. ഡോക്ടേഴ്സ് ഡേ ജൂലൈ 1. ഡോക്ടേഴ്സ് ഡേ ജൂലൈ 1. നേഴ്സസ് ഡേ മെയ് 12. ഡോക്ടേഴ്സ് ഡേ ജൂലൈ 1. നേഴ്സസ് ഡേ മെയ് 12. അടുത്തത് കുഷ്ഠരോഗ നിവാരണ ദിനം. കുഷ്ഠരോഗ നിവാരണ ദിനം. കുഷ്ഠരോഗ നിവാരണ ദിനം ഏതാണ്? ജാനുവരി 30. കുഷ്ഠരോഗ നിവാരണ ദിനം ജാനുവരി 30. കുഷ്ഠരോഗ നിവാരണ ദിനം ജാനുവരി 30.
ക്ഷയരോഗ ദിനം, ക്ഷയരോഗ ദിനം, ക്ഷയരോഗ ദിനം മാർച്ച് 24. ക്ഷയരോഗ ദിനം മാർച്ച് 24. അടുത്തത് ക്യാൻസർ ദിനം, അടുത്തത് ക്യാൻസർ ദിനം ഫെബ്രുവരി 4. ക്യാൻസർ ദിനം ഫെബ്രുവരി 4. ഒന്നും കൂടെ നോക്കാം. ഓട്ടിസം ദിനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓട്ടിസം ദിനം, ഓട്ടിസം ദിനം ഏപ്രിൽ 2. ഓട്ടിസം ദിനം ഏപ്രിൽ 2. ഓട്ടിസം ദിനം ഏപ്രിൽ 2. അടുത്തത് എയ്ഡ്സ് ഡേ, എയ്ഡ്സ് ദിനം ഡിസംബർ 1. എയ്ഡ്സ് ദിനം ഡിസംബർ 1. എയ്ഡ്സ് ദിനം ഡിസംബർ 1. അടുത്തത് പാർക്കിൻസൺസ് ദിനം. പാർക്കിൻസൺസ് വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു രോഗമാണ് പാർക്കിൻസൺസ് എന്ന് പറയുന്ന രോഗം. പാർക്കിൻസൺസ് രോഗം, പാർക്കിൻസൺസ് രോഗം എന്താണ്? പാർക്കിൻസൺസ് ദിനം ഏപ്രിൽ 11. ഈ കാര്യം ഒന്നും കൂടെ പറഞ്ഞേ നിങ്ങൾ. പാർക്കിൻസൺസ് ദിനം ഏപ്രിൽ 11, എയ്ഡ്സ് ദിനം ഡിസംബർ 1, ഓട്ടിസം ദിനം ഏപ്രിൽ 2, ക്യാൻസർ ദിനം ഫെബ്രുവരി 4, ക്ഷയരോഗ ദിനം മാർച്ച് 24, കുഷ്ഠരോഗ നിവാരണ ദിനം ജാനുവരി 30, നഴ്സസ് ദിനം മെയ് 12, ഡോക്ടേഴ്സ് ദിനം ജൂലൈ 1. ഡോക്ടേഴ്സ് ഡേ ജൂലൈ 1, നഴ്സസ് ഡേ മെയ് 12, കുഷ്ഠരോഗ നിവാരണ ദിനം ജാനുവരി 30, ക്ഷയരോഗ ദിനം മാർച്ച് 24, ക്യാൻസർ ദിനം ഫെബ്രുവരി 4, ഓട്ടിസം ദിനം ഏപ്രിൽ 2, എയ്ഡ്സ് ദിനം ഡിസംബർ 1, പാർക്കിൻസൺസ് ദിനം ഏപ്രിൽ 11. ഇനി ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചില്ലേ മക്കളെ? അതായത് ഹീമോഫീലിയയെ കുറിച്ച്, ബ്ലീഡേഴ്സ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞില്ലേ, രാജകീയ രോഗം എന്ന് പറഞ്ഞില്ലേ. ആ ഹീമോഫീലിയ ദിനം എന്നാണെന്ന് ഓർത്തു വെക്കുവോ? ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലോക ആരോഗ്യ ദിനം WHO, അതറിയാലോ നിങ്ങൾക്ക്. ലോകാരോഗ്യ ദിനം ഏതാണ്? നമ്മുടെ എന്താ പറയാ, ലോകാരോഗ്യ സംഘടന നിലവിൽ വന്ന ലോകാരോഗ്യ ദിനം ഏതാണ്? ഏപ്രിൽ 7 ഏതാണ്? ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. പ്രമേഹ ദിനം എന്നാണ്? പ്രമേഹ ദിനം എന്നാണ്? പ്രമേഹ ദിനം എന്ന് പറയുന്നത് നവംബർ 14. പ്രമേഹ ദിനം നവംബർ 14. പ്രമേഹ ദിനം നവംബർ 14 കേട്ടോ. ലോകാരോഗ്യ ദിനമാണ് ഇത്. നമ്മൾ ലോകമാണെങ്കിൽ എടുത്തു പറയാം കേട്ടോ, ലോകാരോഗ്യ ദിനം. ഇനി അടുത്തത് ലോക പുകയില വിരുദ്ധ ദിനം. ലോക പുകയില വിരുദ്ധ ദിനം, ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ്? മെയ് 31. ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ്? മെയ് 31. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. അടുത്തത് പോളിയോ ദിനം. 2 ദിവസം മുമ്പ് നമ്മൾ കുട്ടികൾക്കൊക്കെ പോളിയോ കൊടുക്കുന്ന പേപ്പറിൽ കണ്ടായിരുന്നു അല്ലെ? പോളിയോ ദിനം ഒക്ടോബർ 24. പോളിയോനെ കുറിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞു. പോളിയോ നിർമ്മാർജ്ജനം ചെയ്ത കാര്യമൊക്കെ നമ്മൾ ലോകാരോഗ്യ സംഘടന പഠിച്ചതാണ്. പോളിയോ ദിനം ഒക്ടോബർ 24. പോളിയോ ദിനം മനസ്സിലായില്ലേ? ഒക്ടോബർ 24. ഇനി അടുത്തത് ലോക രക്തദാന ദിനം. ലോക രക്തദാന ദിനം, ലോക രക്തദാനം, രക്തദാനം ഇതൊക്കെ രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്. ജൂൺ 14 രക്തദാന ദിനവും അതുപോലെ തന്നെ പുകയില ഒക്കെ അസുഖവുമായി ബന്ധപ്പെട്ടതല്ലേ. ലോക രക്തദാന ദിനം എന്താണ്? ലോക രക്തദാന ദിനം ജൂൺ 14. രക്തദാന ദിനം ജൂൺ 14. അടുത്തത് അൽഷിമേഴ്സ് ദിനം. എല്ലാവർക്കും അറിയുണ്ടാവും അൽഷിമേഴ്സ് ദിനം. അൽഷിമേഴ്സ് ദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ 21. അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. ഇപ്പൊ സെപ്റ്റംബർ 21 അൽഷിമേഴ്സ് ദിനം. ഇനി അടുത്തത് മലേറിയ ദിനം പഠിക്കുക. മലേറിയ ദിനം എന്നാണ്? മലേറിയ ദിനം ഏപ്രിൽ 25. ഏപ്രിൽ 25 മലേറിയ ദിനം. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞേ, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ. ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17, ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7, പ്രമേഹ ദിനം നവംബർ 14, ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31, പോളിയോ ദിനം ഒക്ടോബർ 24, ലോക രക്തദാന ദിനം ജൂൺ 14, അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21, മലേറിയ ദിനം ഏപ്രിൽ 25, ഡോക്ടേഴ്സ് ഡേ ജൂലൈ 1, നഴ്സസ് ഡേ മെയ് 12, കുഷ്ഠരോഗ നിവാരണ ദിനം ജാനുവരി 30, ക്ഷയരോഗ ദിനം മാർച്ച് 24, ക്യാൻസർ ദിനം ഫെബ്രുവരി 4, ഓട്ടിസം ദിനം ഏപ്രിൽ 2, എയ്ഡ്സ് ദിനം ഡിസംബർ 1, പാർക്കിൻസൺസ് ദിനം ഏപ്രിൽ 11, മലേറിയ ദിനം ഏപ്രിൽ 25, അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21, ലോക രക്തദാന ദിനം ജൂൺ 14, പോളിയോ ദിനം ഒക്ടോബർ 24, ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31, പ്രമേഹ ദിനം നവംബർ 14, ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7, ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. അൽഷിമേഴ്സ് ദിനം നമ്മൾ പറഞ്ഞില്ലേ? അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21.
എന്നതാണ്. അടുത്തത് ഹെപ്പറ്റൈറ്റിസ് ദിനം പഠിക്കണം. ഹെപ്പറ്റൈറ്റിസ് ദിനം എന്നാണ്. ഹെപ്പറ്റൈറ്റിസ് ദിനം എന്ന് പറയുന്നത് ജൂലൈ 28 ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ 28. ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ 28. മലേറിയ ദിനം പഠിച്ചില്ലേ? ഏപ്രിൽ 25 എന്നാണ്. ഏപ്രിൽ 25. ഇത്രയും പഠിക്കുമ്പോ മാനസിക ആരോഗ്യവും പ്രധാനല്ലേ? ലോക മാനസിക ആരോഗ്യ ദിനം. ലോക മാനസിക ആരോഗ്യ ദിനം ഒക്ടോബർ 10. ഇത്രയെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇത്രയും പഠിച്ചാൽ മതിയെന്നല്ല ഞാൻ പറയുന്നത്. പ്രധാനപ്പെട്ട കുറേയധികം വന്നിട്ടുള്ളതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കുറെ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദിനങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്നും കൂടി പറഞ്ഞേ. ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ 28 അല്ലെ? ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ 28. ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ 10. മലേറിയ ദിനം ഏപ്രിൽ 25. അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. ലോക രക്തദാന ദിനം ജൂൺ 14. പോളിയോ ദിനം ഒക്ടോബർ 24. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. പ്രമേഹ ദിനം നവംബർ 14. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. ഹീമോഫിലിയ ദിനം ഏപ്രിൽ 17. ഡോക്ടേഴ്സ് ഡേ ജൂലൈ 1. നഴ്സേഴ്സ് ഡേ മെയ് 12. കുഷ്ഠരോഗ നിവാരണ ദിനം ജാനുവരി 30. ക്ഷയരോഗ ദിനം മാർച്ച് 24. ക്യാൻസർ ദിനം ഫെബ്രുവരി 4. ഓട്ടിസം ദിനം ഏപ്രിൽ 2. എയ്ഡ്സ് ദിനം ഡിസംബർ 1. പാർക്കിൻസൺസ് ദിനം ഏപ്രിൽ 11. ലാസ്റ്റ് പറഞ്ഞത് ഒന്നും കൂടെ പറയാ. ലോക മാനസിക ആരോഗ്യ ദിനം ഒക്ടോബർ 10. ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ 28. മക്കളെ, ടീച്ചറെ നാവില വായിൽ വെള്ളം പറ്റി. അപ്പൊ ഇതുപോലെ തന്നെ ടീച്ചർ പറയുമ്പോൾ നിങ്ങൾ ഒപ്പം പറയാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയണേന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എല്ലാവരും ജോലിക്കാരായി മാറട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ടി നന്നായി തന്നെ പഠിക്കുക കേട്ടോ. നന്നായി മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരും. അപ്പൊ നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങൾ എല്ലാവരും നല്ല റാങ്കിൽ എത്തട്ടെ എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇത്തരം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഇതൊന്നും നമ്മൾ ഡേയ്സ് ഒന്നും ആരും തന്നെ അങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കില്ല. ഇത്രയും ബുദ്ധിമുട്ടി ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഏത് ഭാഗം ബയോളജി വന്നാലും ആ ബയോളജി ഭാഗത്ത് നിന്ന് ഫുൾ മാർക്ക് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. ബയോളജി പഠിക്കുമ്പോൾ നമ്മൾ ഓരോ സബ്ജക്ട് പഠിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. ആ ഭാഗത്തു നിന്നുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ആരെഴുതും? നമ്മൾ എഴുതും എന്നുള്ളതാണ്. അപ്പൊ ഭംഗിയായിട്ട് പഠിക്കാട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിലെ. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ടെലഗ്രാം ചാനലിൽ അംഗമാകാത്തവർ എത്രയും പെട്ടെന്ന് അതിൽ മെമ്പർ ആവുക. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും പിന്നെ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട്, ഒരു ടോപ്പിക് അല്ല, ഒരു ദിവസം നമ്മൾ 3 ടോപ്പിക്കാണ്. 2 GK റിലേറ്റഡ് ആയിട്ട്, ഒന്ന് ഹിസ്റ്ററി, ഒന്ന് ബയോളജി, പിന്നെ ഒന്ന് ഇടുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ചിലപ്പോൾ ബയോളജിക്ക് പകരം മാത്സ് ഉണ്ടാവും. അങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. ശരി കേട്ടോ.